കുവൈറ്റിൽ ഇന്ത്യക്കാരടക്കമുള്ള ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു. വിവിധ സർക്കാർ വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന മലയാളികളും പിരിച്ചുവിടൽ ഭീഷണിയിലാണ്. രാജ്യത്ത് വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളെ കുറയ്ക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. ഇന്ത്യക്കാരടക്കമുള്ള ശുചീകരണ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നു. വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ കരാറടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്നവരെ ജൂൺ മാസത്തോടെ പിരിച്ചുവിടുന്നതിനാണ് സിവിൽ സർവീസ് കമ്മീഷന്റെ നിർദ്ദേശം. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നവരും ആശുപത്രികൾ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുള്ള 25% തൊഴിലാളികളാണ് പിരിച്ചുവിടുന്നതെന്ന് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻഹൂവി അറിയിച്ചു. കരാറടിസ്ഥാനത്തിൽ തൊഴിലാളികൾ നൽകുന്ന ക്ലീനിംഗ് കമ്പനികൾ ആവശ്യത്തിലേറെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരികയും അവർക്ക് ശരിയായ ജോലി നൽകാതെ രാജ്യത്ത് അവിദഗ്ധ തൊഴിലാളികളെ കൊണ്ട് നിറയ്ക്കുകയുമാണ്. അതിലൂടെ രാജ്യത്ത് തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കർശന നടപടിക്ക് സിവിൽ സർവീസ് കമ്മീഷനെ പ്രേരിപ്പിക്കുന്നത്. ക്ലീനിംഗ് കമ്പനികൾ അനാവശ്യമായി അവിദഗ്ധ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിനും രാജ്യത്തെ ജനസംഖ്യയിൽ വലിയ അന്തരവിനും ഇടയാക്കുന്നത് നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. ജൂൺ മാസത്തോടെ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരായ ശുചീകരണ തൊഴിലാളികൾക്ക് പിരിച്ചുവിടൽ നോട്ടീസ് ലഭിക്കുന്നതാണ്. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് കുവൈറ്റിൽ റിയൽ എസ്റ്റേറ്റ് മേഖല തകർച്ച നേരിടുന്നതായി റിയൽ എസ്റ്റേറ്റ് യൂണിയൻ. വിദേശികളുടെ കൊഴിഞ്ഞുപോക്ക് കൊണ്ട് 50,000-ഓളം അപ്പാർട്ട്മെന്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ആഗോള പ്രതിസന്ധിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശികളുടെ മടങ്ങിപ്പോക്ക് കുവൈത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കി. 50,000-ഓളം അപ്പാർട്ട്മെന്റുകൾ നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ശരാശരി മാസവാടകയിൽ 12.2% ഇടിവുണ്ടായതായും റിയൽ എസ്റ്റേറ്റ് യൂണിയൻ സെക്രട്ടറി അഹമ്മദ് അൽ ദൗഫീസ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായി 50,000-ഓളം അപ്പാർട്ട്മെന്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കൂടാതെ 26,466 എണ്ണം നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഇത്രയധികം അപ്പാർട്ട്മെന്റുകൾ എത്രയും വേഗം ഉപയോഗ യോഗ്യമാക്കിയില്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല വലിയ പ്രതിസന്ധി നേരിടുമെന്നാണ് കണക്കാക്കുന്നത്. വിദേശി ജനസംഖ്യയിലുണ്ടായ വിള്ളൽ മൂലം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വാടക നിരക്കിൽ വലിയ കുറവുണ്ടായി. അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ തിങ്ങിവസിക്കുന്ന അബ്ബാസിയ, ജലേബ് ഷെയ്ഖ്, ഫർവാനിയ, സാലിമ എന്നിവിടങ്ങളിലും നിരവധി അപ്പാർട്ട്മെന്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട്. എന്നാൽ വാടക നിരക്ക് കുറയ്ക്കുന്നതിന് കെട്ടിട ഉടമകൾ തയ്യാറല്ല. മാത്രവുമല്ല, വർഷം തോറും വാടക നിരക്ക് ഉയർത്തുകയാണ്. വെള്ളം, വൈദ്യുതി എന്നിവയുടെ പേരിലും വാടക വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് പരക്കെയുള്ള പരാതി. മാതൃഭൂമി ന്യൂസ്, കുവൈത്ത്. സൗദിയിൽ കഴിഞ്ഞ വർഷമെടുത്ത ഇൻഷുറൻസ് പോളിസി ഉടമകൾ മൂല്യവർദ്ധിത നികുതി അടയ്ക്കണമെന്ന് ഇൻഷുറൻസ് കമ്പനികൾ ആവശ്യപ്പെട്ടു. നികുതി പ്രാബല്യത്തിൽ വന്ന 2018 ജനുവരി 1-ന് ശേഷം കാലാവധിയുള്ള പോളിസി ഉടമകൾ നികുതി അടയ്ക്കണം എന്നാണ് നിർദ്ദേശം. മൂല്യവർദ്ധിത നികുതി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന സേവനങ്ങൾക്ക് നികുതി ബാധകമാണ്. ആരോഗ്യ ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് എന്നീ വിഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷം പോളിസി എടുത്തവർ വാറ്റ് ഒഴികെയുള്ള തുകയാണ് അടച്ചത്. എന്നാൽ ഈ വർഷം ജനുവരി 1 മുതൽ ഇൻഷുറൻസ് സേവനങ്ങൾക്ക് കമ്പനികൾ നികുതി അടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി കഴിയുന്നതുവരെയുള്ള കാലത്തേക്ക് വാറ്റ് അടക്കാൻ നിർദ്ദേശിച്ചത്. ആരോഗ്യ സേവനം, തേർഡ് പാർട്ടി ഇൻഷുറൻസ് തുടങ്ങിയവയ്ക്ക് ഇൻഷുറൻസ് കമ്പനികൾ നികുതി അടക്കുന്നുണ്ട്. വാറ്റ് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പോളിസി എടുത്തവരിൽ നിന്ന് നികുതി ഈടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോളിസി ഉടമകളിൽ നിന്ന് മൂല്യവർദ്ധിത നികുതി ഈടാക്കാൻ അവകാശമുണ്ടെന്നും ഇൻഷുറൻസ് കമ്പനികൾ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി എയർലൈൻസിലെ യാത്രക്കാർക്ക് സൗജന്യ വാട്സപ്പ് സന്ദേശം അയക്കാൻ സൗകര്യമൊരുക്കുന്നു. ആഭ്യന്തര യാത്രക്കാർക്കും തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര സർവീസുകളിലും വാട്സപ്പ് ഉപയോഗിക്കാൻ അവസരമൊരുക്കുമെന്ന് സൗദി എയർലൈൻസ് അറിയിച്ചു. യാത്രക്കാർക്ക് ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്നതിനാണ് സൗജന്യ വാട്സപ്പ് സേവനം ആരംഭിക്കുന്നതെന്ന് സൗദി എയർലൈൻസ് അറിയിച്ചു. എന്നാൽ ശബ്ദ സന്ദേശങ്ങളും വീഡിയോ ക്ലിപ്പുകളും അയക്കാൻ സൗകര്യം ഉണ്ടാവില്ല. തുടക്കത്തിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കാൻ മാത്രമാണ് സൗകര്യം ഒരുക്കുന്നത്. ഇതിനായി സൗദിയയുടെ ആഭ്യന്തര വിമാനങ്ങളിലും തെരഞ്ഞെടുത്ത അന്താരാഷ്ട്ര സർവീസുകളിലും വൈഫൈ സേവനം ലഭ്യമാക്കും. യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് വാട്സാപ്പ് സന്ദേശം അയക്കാൻ സൗകര്യം ഒരുക്കുന്നത്. വിവരവിനിമയ രംഗത്തെ സാധ്യതകൾ യാത്രക്കാർക്കും പരമാവധി ലഭ്യമാക്കുന്നതിനാണ് വാട്സാപ്പ് സന്ദേശം സൗജന്യമായി അനുവദിക്കുന്നതെന്നും സൗദി എയർലൈൻസ് വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. എഴുത്തുകാർ സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന് സാഹിത്യകാരനും വയലാർ അവാർഡ് ജേതാവുമായ TD രാമകൃഷ്ണൻ. ഇന്ത്യയിൽ ആസൂത്രിതമായി നടക്കുന്ന വംശവെറിയും വർഗീയ ധ്രുവീകരണവും കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിയാദിൽ പ്രവാസി മലയാളി ഫെഡറേഷന്റെ സാഹിത്യ കൂട്ടായ്മയായ പ്രവാസി തൂലിക സംഘടിപ്പിച്ച എഴുതിത്തീരാത്ത പ്രവാസം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സായിദ് വർഷാചരണ പരിപാടികൾ സെന്റർ ചെയർമാൻ MA യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു. സെന്ററിന്റെ 51ാം വാർഷികാഘോഷവും പുതിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. ISC പ്രസിഡന്റ് രമേശ് പണിക്കർ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് ചെയർമാൻ BR ഷെട്ടി, ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ദിനേശ് കുമാർ IAS എന്നിവരും പങ്കെടുത്തു. മലയാളം അടക്കമുള്ള ഭാഷകളിലെ പുതിയ സിനിമകൾ ഓൺലൈനായി പ്രദർശിപ്പിക്കുന്ന പുതിയ സംരംഭം UAE ആസ്ഥാനമായി തുടങ്ങുന്നു. iNetscreen.com ഓൺലൈൻ മൂവി തിയേറ്റർ എന്ന പേരിലാണ് ഓൺലൈൻ തിയേറ്റർ ആരംഭിക്കുന്നത്. മെയ് 11-നാണ് ദുബായിൽ നിന്നും iNetscreen.com പ്രവർത്തനം തുടങ്ങുക. മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരുടെ പിന്തുണയോടെയാണ് മലയാളികൾ നേതൃത്വം വഹിക്കുന്ന ഓൺലൈൻ സിനിമാ സംരംഭം UAEയിൽ പ്രവർത്തനം തുടങ്ങുന്നത്. ലോകത്ത് എല്ലായിടത്തുമുള്ള പ്രേക്ഷകർക്ക് അവർക്കിഷ്ടപ്പെട്ട ചലച്ചിത്രം തങ്ങളുടെ വിരൽത്തുമ്പിൽ കാണുന്നതിനാവശ്യമായ എല്ലാ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ലോഞ്ചിങ് ആണ് UAEയിൽ 11-ന് ഞങ്ങൾ ചെയ്യുന്നത്. കേരളത്തിൽ കൃഷ്ണം എന്ന ചലച്ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ iNetscreen ഇന്ത്യക്ക് പുറത്ത് ഓൺലൈനിൽ സിനിമ റിലീസ് ചെയ്യും. UAEയിൽ 25 ദിർഹമാണ് സിനിമ കാണാനുള്ള നിരക്ക്. രജിസ്റ്റർ ചെയ്ത് സിനിമ കണ്ടു തുടങ്ങിയാൽ 24 മണിക്കൂറിനുള്ളിൽ പടം കണ്ടു തീരണം. ആൻഡ്രോയിഡ് iOS പ്ലാറ്റ്ഫോമുകളിൽ iNet ലഭ്യമാകും. ആപ്പും തയ്യാറാണ്. ഒരേ സമയം 10 ലക്ഷം പേർക്ക് സിനിമ കാണാവുന്ന തരത്തിൽ ആമസോണുമായി സഹകരിച്ചാണ് iNetscreen.com പ്രവർത്തിക്കുന്നതെന്ന് ഡയറക്ടർമാർ അറിയിച്ചു. DRM ടെക്നോളജി എനേബിൾഡ് ആണ്, JW പ്ലെയർ ആണ്. അറ്റ് എ ടൈം വി ആർ ഏബിൾ ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 10 മില്യൺ ഹിറ്റ്സ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. ആമസോൺ വെബ് സർവീസാണ് ഞങ്ങളുടെ സെർവേഴ്സ്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്പേസിനോ അല്ലെങ്കിൽ സെർവറിൻ്റെ സ്ട്രെങ്ത്തിനോ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. തിയേറ്റർ റിലീസ് ഇല്ലാത്ത ഇടങ്ങളിൽ മാത്രമാണ് iNetൽ നിന്നും സിനിമ കാണാൻ അവസരമൊരുക്കുക. ജിതിൻ ജയകൃഷ്ണൻ, രാജേഷ് പട്ടത്ത്, ദിവ്യദർശൻ, ശ്രീകുമാർ ബാലകൃഷ്ണൻ, ധീരജ് ഗോപാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, ദുബായ്. ഒരേ കപ്പിൽ തന്നെ കാപ്പിയും ചായയും ചേർത്ത് വിളമ്പുന്ന വ്യത്യസ്ത പാനീയവുമായി മലയാളികൾ. ദുബായ് ദൈറയിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെ കോഫി ടീ റെസ്റ്റോറൻറ്റിലാണ് ഇത് ലഭ്യമാവുക. ഫുഡ് കാസിൽ ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനമാണിതെന്ന് MD നൌഷാദ് യൂസഫ് ദുബായിൽ അറിയിച്ചു. പ്രത്യേകതരം ഓർഗാനിക് തേയിലയും കാപ്പിപ്പൊടിയുമാണ് പാനീയമുണ്ടാക്കാനായി ഉപയോഗിക്കുന്നത്. 15 ദിർഹമാണ് വില. തേയിലയും കാപ്പിയും ഉപയോഗിച്ചുള്ള പാനീയങ്ങളും ഭക്ഷണവുമാണ് കോഫി ടീ റെസ്റ്റോറൻറ്റിൽ ഉള്ളത്. ഒമാനിൽ റംസാൻ വ്രതം മെയ് 17-നാണെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഷഅബാൻ 29, മെയ് 15-ന് മാസപ്പിറവി ദൃശ്യമാകാൻ സാധ്യതയില്ലാത്തതിനാൽ ഷഅബാൻ 30 പൂർത്തിയാക്കി മെയ് 17-ന് റംസാൻ മാസം ആരംഭിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ കലാ സാംസ്കാരിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മന്ദാരപ്പൂക്കൾ എന്ന പേരിൽ മന്നം ബാലകലോത്സവം സംഘടിപ്പിക്കുന്നു. മെയ് 24 മുതൽ ആരംഭിക്കുന്ന പരിപാടിയുടെ മുഖ്യാതിഥിയും വിധികർത്താവും കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്. കുട്ടികളെ വയസ്സിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. റിയാദ് KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റി സൗഭാഗ്യം മാംഗല്യമേള സംഘടിപ്പിക്കുന്നു. നിർധന യുവതികളെ സഹായിക്കാനാണ് ഈ പദ്ധതി. ഇതിന്റെ ഭാഗമായി പാലക്കാട് സമൂഹ വിവാഹം സംഘടിപ്പിക്കും. യോഗത്തിൽ പ്രസിഡന്റ് നാസർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കാർഗോ സേവന മേഖലയിലെ പ്രമുഖരായ ബെസ്റ്റ് കാർഗോ റിയാദിൽ പ്രവർത്തനം തുടങ്ങി. ബദ്ഹയിൽ റമദ ഹോട്ടലിന് സമീപമാണ് പുതിയ ശാഖ പ്രവർത്തനം തുടങ്ങിയത്. 2.5 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ഡോർ ടു ഡോർ കാർഗോ സർവീസ് നടത്തുന്ന ബെസ്റ്റ് കാർഗോയുടെ റിയാദ് ശാഖ പൗരപ്രമുഖനും നിയമവിദഗ്ധനുമായ ഷെയ്ഖ് സൗദ് അബ്ദുൽ അസീസ് അൽ ബക്കർ ഉദ്ഘാടനം ചെയ്തു. സൗദിയിൽ 11 ശാഖകളും ഇന്ത്യയിൽ 20 ഡെലിവറി ബ്രാഞ്ചുകളുമുള്ള ബെസ്റ്റ് കാർഗോ സൗദിയിലെ മുഴുവൻ പട്ടണങ്ങളിലും കൂടുതൽ ശാഖകൾ തുറക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. 25 വർഷമായിട്ട് ഞങ്ങൾ സൗദിയിൽ കാർഗോ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിയാദിൽ ഞങ്ങൾ പുതിയ ബ്രാഞ്ചാണ്. ഇവിടെ ഇപ്പം 30% ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അതൊരു മാസം വരെ ഞങ്ങൾ തുടർന്ന് പോകും.
ഇനിയും ഞങ്ങൾ പുതിയ ബ്രാഞ്ചുകൾ ഇനിയും ഇൻഷാല്ലാ ഓപ്പൺ ചെയ്യും. നജ്റാൻ, ജീസാൻ, മഹായിൽ മറ്റുള്ള സ്ഥലങ്ങളിലും ഞങ്ങൾ ഇനി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സൗദിയിൽ നിന്ന് കേരളത്തിൽ 7 ദിവസത്തിനകം ഡോർ ഡെലിവറി നടത്തും. എയർ കാർഗോ, ഗൾഫ് രാജ്യങ്ങളിൽ റോഡ് ഗതാഗതം, വേൾഡ് വൈഡ് കൊറിയർ തുടങ്ങിയ സേവനങ്ങളും ബെസ്റ്റ് കാർഗോയിൽ ലഭ്യമാണ്. സിഇഒ അഷ്റഫ് നാണി, മാനേജർമാരായ അബ്ദുൽ ഗഫൂർ, ഷൗക്കത്ത്, ആസിഫ് എന്നിവർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ട്രാഫിക് പിഴകൾ തവണകളായി അടച്ചു തീർക്കാവുന്ന പദ്ധതിയുമായി അബുദാബി പോലീസ്. 3, 6, 12 എന്നിങ്ങനെ മാസങ്ങളായി പിഴയടച്ച് തീർക്കാവുന്ന പദ്ധതിയാണ് ഇത്. പോലീസ് ഫസ്റ്റ് അബുദാബി ബാങ്കുമായി ചേർന്നാണ് പദ്ധതി തയ്യാറാക്കുന്നത്. 500 ദിർഹമാണ് കുറഞ്ഞ തവണ അടവ്. ഇതിന്റെ പ്രകാരം വിവിധ ബാങ്ക് ക്രെഡിറ്റ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ട്രാഫിക് പിഴകൾ അടയ്ക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ അബുദാബി പോലീസ് ഫിനാൻസ് സർവീസ് വിഭാഗം ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സായിദ് സൈഫ് അൽ നുഐമിയും ഫസ്റ്റ് അബുദാബി ബാങ്ക് വൈസ് പ്രസിഡന്റ് കാർഡ് പോർട്ടോ വിഭാഗം മേധാവിയുമായ ശോഭിത് സിദിയും ഒപ്പുവെച്ചു.